ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നതിൽ പരിസ്ഥിതിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും ചേർത്താണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഇക്കോളജി അഥവാ പരിസ്ഥിതി ശാസ്ത്രം. പരിസ്ഥിതി ശാസ്ത്രം എന്ന് വെച്ചാൽ ജീവികളും പരിസരവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരാണ് ഇക്കോളജി. ജീവികളും പരിസരവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരാണ് ഇക്കോളജി. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കൽ ആയിരുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൾ ഹംബോൾട്ട് ആണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളുടെ പേരെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യൂജിൻ പി ഓഡാണ്. അതുപോലെ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന റേച്ചൽ കാഴ്സൺ ആണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ രാംദിയോ മിശ്രയാണ്. എന്നാൽ നമുക്കറിയാം, നമ്മൾ എല്ലാ വർഷവും ജൂൺ 5-നാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. ഈ 2025 കറന്റ് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് 2025 പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു എന്ന്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നായിരുന്നു 2025 പരിസ്ഥിതി ദിന സന്ദേശം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകളാണ് ജൈവമണ്ഡലം, ജീവമണ്ഡലം, ആവാസ വ്യവസ്ഥ, ഭക്ഷ്യശൃംഖല എന്നിങ്ങനെയുള്ളത്. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, ജൈവമണ്ഡലം എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാ ജാലകങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ജീവമണ്ഡലം എന്നാൽ കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും എല്ലാം കാണപ്പെടുന്ന ജന്തുക്കൾ, സസ്യങ്ങൾ, സൂക്ഷ്മജീവികൾ ഉൾപ്പെടുന്ന മേഖലയാണ് ജീവമണ്ഡലം. ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ആവാസ വ്യവസ്ഥ. എന്താണ് ആവാസ വ്യവസ്ഥ? ഒരു പ്രത്യേക പ്രദേശം എന്ന് പറയുമ്പോൾ ഒരു കുളമാകാം, വനമാകാം, ഒരു മരുഭൂമിയാകാം. അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ ജീവികവും അജീവികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയുമാണ് നമ്മൾ ആവാസ വ്യവസ്ഥ അഥവാ ഇക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇക്കോസിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത് ടാൻസ്ലി ആയിരുന്നു. അടുത്ത ടേമാണ് ഭക്ഷ്യശൃംഖല. ഭക്ഷ്യശൃംഖല എന്നാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആവാസ വ്യവസ്ഥ ഒരു പ്രത്യേക പ്രദേശത്ത് ജീവികവും അജീവികവുമായിട്ടുള്ള ഘടകങ്ങളെ ഉൾപ്പെടുന്ന മേഖലയാണ് ആവാസ വ്യവസ്ഥ. ആ ആവാസ വ്യവസ്ഥയിൽ തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്നത് വഴി ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഊർജം കൈമാറ്റം ചെയ്തു പോകുന്ന ശ്രേണിയെയാണ് ഭക്ഷ്യശൃംഖല എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഫ്ലോ ചാർട്ടാണ്. പുല്ലിനെ പുൽച്ചാടി ഭക്ഷിക്കുന്നു, പുൽച്ചാടിയെ തവള, തവളയെ പാമ്പ്, പാമ്പിനെ പരുന്ത്. ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ഇതന്നെയാണ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവമണ്ഡലത്തിന്റെ പ്രധാന ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തെ രാസൂർജമാക്കി മാറ്റുന്നത് സസ്യങ്ങളാണ്. പ്രകാശ സംശ്ലേഷണം വഴിയാണ് സൗരോർജത്തെ രാസൂർജമാക്കി മാറ്റുന്നത്. അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എന്നറിയപ്പെടുന്നത്. അവരാണ് ഉൽപാദകർ. ഒരു ഭക്ഷ്യശൃംഖല എടുക്കുകയാണെങ്കിൽ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് ഇങ്ങനെയുള്ള ഒരു ഭക്ഷ്യശൃംഖല എടുക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന പുല്ലിനെ പറയുന്ന പേരാണ് ആദ്യത്തെ കണ്ണി. അവരാണ് ഉൽപാദകർ. മറ്റുള്ളവർ നമ്മൾ ഉപഭോക്താക്കൾ എന്നാണ് വിളിക്കുന്നത്. ആദ്യം കാണുന്നത് പ്രഥമ ഉപഭോക്താവ്, രണ്ടാമത് കാണുന്നത് ദ്വിതീയ ഉപഭോക്താവ്, മൂന്നാമത്തെ ആള് തൃതീയ ഉപഭോക്താവ്. ഇങ്ങനെയാണ് ആ ഒരു ശ്രേണി പോവുക. ഭക്ഷ്യശൃംഖലയിലെ ഓരോ കണ്ണിയും അറിയപ്പെടുന്നത് പോഷണതലം എന്നാണ്. ഒന്നാം പോഷണതലം, രണ്ടാം പോഷണതലം, മൂന്നാം പോഷണതലം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്, അഥവാ ട്രോഫിക് തലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ പുൽച്ചാടി ഒന്നാം ട്രോഫിക് തലം, തവള രണ്ടാം ട്രോഫിക് തലം. ഇങ്ങനെയാണ് ഓരോ ഭക്ഷ്യശൃംഖലയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യശൃംഖല രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയും, രണ്ട് ഡെട്രിറ്റസ് ഭക്ഷ്യശൃംഖലയും. സസ്യങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഹരിത സസ്യങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഭക്ഷ്യശൃംഖലയാണ് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല. അതായത് പുല്ലിനെ പുൽച്ചാടി ഭക്ഷിക്കുന്നു, പുൽച്ചാടിയെ തവള, തവളയെ പാമ്പ്, പാമ്പിനെ പരുന്ത്. ഇങ്ങനെയുള്ള ഭക്ഷ്യശൃംഖലയാണ് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല. അടുത്ത ഭക്ഷ്യശൃംഖലയാണ് ഡെട്രിറ്റസ് ഭക്ഷ്യശൃംഖല. ഒരു ജീവസമൂഹത്തിലെ ജീവികളുടെ പരസ്പര ബന്ധിതമായ ഭക്ഷ്യശൃംഖലകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നുണ്ടാകുന്ന ഭക്ഷ്യശൃംഖലയാണ് ഡെട്രിറ്റസ് ഭക്ഷ്യശൃംഖല. ഒരു ജീവസമൂഹത്തിലെ ജീവികളുടെ പരസ്പര ബന്ധിതമായ ഭക്ഷ്യശൃംഖലകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നുണ്ടാകുന്ന ഭക്ഷ്യശൃംഖലയാണ് ഡെട്രിറ്റസ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. പറയെങ്കിൽ ഇലയിലുണ്ടാകുന്ന വുഡ്ലോസ് ഇലയെ ഭക്ഷിക്കുന്നു, വുഡ്ലോസിനെ
പക്ഷി ഭക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ബയോ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോ ആംപ്ലിഫിക്കേഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഭക്ഷ്യശൃംഖലയിൽ ഓരോ കണ്ണിയും ഓരോ ട്രോഫിക് തലങ്ങൾ എന്നാണ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഉയർന്ന ട്രോഫിക് തലങ്ങളിലേക്ക് പോകുന്തോറും ജീവികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കീടനാശികൾ പോലുള്ള രാസവസ്തുക്കളുടെ അളവ് കൂടി വരുന്ന പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോ ആംപ്ലിഫിക്കേഷൻ. അതായത് ഉയർന്ന ട്രോഫിക് തലങ്ങളിലേക്ക് പോകുന്തോറും ജീവികളുടെ ശരീരത്തിലെ രാസവസ്തുക്കൾ കീടനാശിനികൾ പോലുള്ള രാസവസ്തുക്കളുടെ അളവ് കൂടി വരുന്നു. ഇതിനെയാണ് ബയോ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോ ആംപ്ലിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ളതിൽ പരിസ്ഥിതിയെ കുറിച്ചാണ്. ഇനി അടുത്ത വീഡിയോ നമ്മൾ പരിസ്ഥിതി പ്രശ്നങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലാകുമെന്ന് ഹോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.